അല്ല, ആർ എസ് എസിൻ്റെ ഒപ്പം എൻ്റെ ഇൻറ്ററാക്ഷൻസ് കുറച്ച് കൊല്ലമായിട്ട് ഉണ്ടല്ലോ. കർണാടക BJPൻ്റെ ഒപ്പം ഞാൻ പ്രവർത്തിക്കുമ്പോൾ അതല്ല എൻ്റെ ഒരു ഓൺഗോയിങ് റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഞാൻ ആർ എസ് എസിൻ്റെ ഭാഗമായിട്ടില്ല, അത് സത്യമാണ്. അത് ഞാനൊരു ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ആയിട്ട് കാണുന്നില്ല. പക്ഷേ എൻ്റെ ആർ എസ് എസ് കേരള അവരുടെ ഒപ്പം എൻ്റെ ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, എല്ലാവരും ഞാൻ അറിയും. ഞങ്ങൾ അങ്ങനെ ആർ എസ് എസിനെ എലക്ഷൻ വർക്കിൽ BJP അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നുമില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് പറയും, ഞങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഞങ്ങളുടെ എലക്ഷൻ സ്ട്രാറ്റജി ഇതാണ്, ഞങ്ങളുടെ നെറേറ്റീവ് ഇതാണ്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഇതാണ്, അതെല്ലാം ഞങ്ങൾ പറയും, അവതരിപ്പിക്കും. അത് RSSനും അവതരിപ്പിക്കും, മറ്റേ എല്ലാ ഓർഗനൈസേഷനും അവതരിപ്പിക്കും. അവരുടെ സപ്പോർട്ട് ഞങ്ങൾ തേടും. അത് 100% നിങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ ഒരു റെസ്പെക്ട്ഫുൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. ബാക്കി അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യും. നോക്കൂ, നാടിനെ നന്നാക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും ഒരു ആത്മാർത്ഥമായ ഒരു എഫേർട്ട് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നാട് നന്നാവണമെന്ന് എല്ലാവരും വിചാരിക്കുന്നവരും എല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. RSS എന്ന് പറഞ്ഞാൽ RSSനെ കുറിച്ച് കേരളത്തിൽ ഒരു പ്രചരണം, ഒരു പോയ്സൺ LDFും UDFും ജനങ്ങളെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 100 വർഷത്തിൽ RSS എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്യാമ്പയിനും ആ ഇൻഫർമേഷൻ ഗുണം ചെയ്യും, RSSനും ഗുണം ചെയ്യും, ഈ LDFനെയും UDFനെയും കയറ്റി വെച്ച വിഷത്തിനെ തോൽപ്പിക്കാനും ഗുണം ചെയ്യും. അത് നമ്മുടെ നാടിന് നല്ലതാണ്.